അഡ്വക്കേറ്റ് പി പ്രേംരാജൻ, സുപ്രീം കോടതി ഈ പ്രീത്പാൽ സിംഗിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടല്ലോ. ആ നിരീക്ഷണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ പത്മരാജനെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൈക്കൊള്ളുന്നത്. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് അത്തരത്തിലൊരു നീക്കം കൈക്കൊള്ളണമെങ്കിൽ പോലും ഈ കേസിൽ എത്രമാത്രം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. തീർച്ചയായും ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുതിർന്ന അഭിഭാഷകൻ ശ്രീ എസ് രാജീവ്, ഞാൻ അദ്ദേഹത്തിനോടുള്ള കടപ്പാട് ഇവിടെ അറിയിക്കുകയാണ്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ എസ് രാജീവ്, അദ്ദേഹം കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാജരായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഈ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. അപ്പൊ അദ്ദേഹം രാജീവ് സാറാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തത്. അപ്പം അവിടെ ഈ കൃത്യമായിട്ട്, അതായത് അതിജീവിതയുടെ 256 പേജുള്ള മൊഴികളും മെഡിക്കൽ രേഖകളും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികളും ബന്ധുക്കളുടെ മൊഴികളും, ഈ മൊഴികൾ മുഴുവൻ ഈ ഹൈക്കോടതി മുമ്പാകെ ഞങ്ങൾ ഹാജരാക്കിയിരുന്നു. ഹാജരാക്കുക മാത്രമല്ല, അത് പ്രതിഭാഗത്തിനും ഈ വാദിഭാഗത്തിനും പ്രോസിക്യൂഷനും അതിന്റെ ഒരു കോപ്പി നൽകിയിരുന്നു. അങ്ങനെ ആ ജൂലൈ മാസം 8-ാം തീയതി കേസ് വെച്ചു. ആ സമയത്ത് ഞങ്ങൾ അപ്ലിക്കേഷൻ നമ്മുടെ മെയിൽ വന്നു. അത് ജൂലൈ 15-ലേക്ക് വീണ്ടും മാറ്റിവെച്ചു. അതിനിടയിൽ ഇതിന്റെ പകർപ്പുകൾ വാദിഭാഗത്തിനും പ്രോസിക്യൂഷനും അവർക്കും കൊടുത്തു. അതിനുശേഷം പ്രോസിക്യൂഷൻ പറഞ്ഞു, അതായത് 24/2/2026 പ്രോസിക്യൂഷൻ, അതായത് അന്ന് ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്, ഞാൻ ഇതിലെ രാഷ്ട്രീയം വന്ന വഴി ഒന്ന് പറയാം. 24/2/2026 ഈ കേസിന് അഡ്മിഷൻ വന്ന സമയത്ത് ഈ പ്രോസിക്യൂഷൻ, അന്നത്തെ പ്രോസിക്യൂഷൻ തന്നെ ഈ കേസിന്റെ അതിജീവിതയുടെ ആളുകളെ, ബന്ധുക്കളെ അറിയിക്കുകയും ഈ കേസിന്റെ ഇന്റിമേഷൻ കൃത്യമായിട്ട് അവർക്ക് അയക്കുകയും ചെയ്തായിരുന്നു. രണ്ടാമത്, ഈ സമയത്ത് വാദത്തിന് വന്ന സമയത്തും അഡ്വക്കേറ്റ് മുഹമ്മദ് ഹനീഫ, അദ്ദേഹം തളിപ്പറമ്പ് സ്വദേശിയാണ്, ഇപ്പം ഹൈക്കോടതിയിൽ GP ആണ്. ഈ കേസിന്റെ എല്ലാ അവധി ദിവസങ്ങളിലും, അതായത് 15/6/2026 മുതൽ ഈ 20/8/2026 വരെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും അദ്ദേഹം വിചാരണ കോടതിയിൽ ഈ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായ ആളാണ്. എല്ലാ അവധി ദിവസങ്ങളിലും അദ്ദേഹം ഇപ്പൊ GP ആണ് ഹൈക്കോടതി, ഈ കേസിന് അവിടെ ഹാജരായിരുന്നു. വാദം വരുന്ന സമയത്തും മുഹമ്മദ് ഹനീഫ എന്ന അഭിഭാഷകൻ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക അഭിഭാഷകനെ വെച്ചിട്ടും ഇവരവിടെ ഹാജരായിരുന്നു. കാരണം അദ്ദേഹത്തിന് വേണ്ടി ആദ്യം സർക്കാർ ഒരു അമിക്കസ് ക്യൂറി ആയിട്ട് ഒരു അഭിഭാഷകനെ വെക്കുന്നു, നോട്ട് സർക്കാർ അല്ല, ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെക്കുന്നു. അതിനുശേഷം മുതിർന്ന അഭിഭാഷകനായ സൂരജ് ടി എരഞ്ഞിരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി വരുന്നു. അദ്ദേഹം ക്രൈം സ്റ്റേജിൽ മുതൽ തന്നെ ഈ കേസിൽ ഹാജരാകുന്ന അഭിഭാഷകനാണ്. അത് കൂടാതെയാണ് അവിടുത്തെ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അതിൽ കേസിൽ ഹാജരാകുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ഹനീഫ തളിപ്പറമ്പ് സ്വദേശിയാണ്. അദ്ദേഹം ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് തെളിവ് ഹാജരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇദ്ദേഹത്തിനോട് ബഹുമാനപ്പെട്ട ജഡ്ജ് രാജവീരൻ ചോദിച്ചു, താങ്കൾക്ക് ഈ കേസിലെ സംഭവ സ്ഥലം കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസത്തിലേക്ക് കേസ് മാറ്റിവെച്ചു. അന്ന് ഈ കേസിലെ ഓഡിയോ വീഡിയോ വിഷ്വൽസ്, അതായത് ഈ സംഭവ സ്ഥലത്തിന്റെ വിഷ്വൽസ് കോടതി പരിശോധിച്ച്, ഇഴകിയത് പരിശോധിച്ച് വാദിഭാഗം കാണിച്ചു കൊടുത്ത് അത് മനസ്സിലാക്കിയിട്ടും അതിന്റെ അടിസ്ഥാനത്തിലുമാണ് കോടതി ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തി ഈ വിധി പറയുന്നത്. അവർ വീണ്ടും ഈ ബെഞ്ചിൽ നിന്നും കേസ് മാറ്റാനായിരുന്നു ശ്രമം. കാരണം ഈ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഈ ആഗസ്റ്റ് 20 വരെ 6 പോസ്റ്റിംഗ് ഈ കേസ് വെച്ചു. ഓരോ പോസ്റ്റിങ്ങിനും സമയം ചോദിച്ച് ആഴ്ചക്ക് കേസ് മാറ്റി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ ഈ പ്രസ്തുത ബെഞ്ച് മാറിയിട്ട് വേറെ ആരെങ്കിലും വരുമോ, അങ്ങനെ ഇതായിരുന്നല്ലോ ഈ കേസിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. കാരണം ഫോർത്ത് വിത്തായിട്ട് ഒരു ജഡ്ജിനെ സ്ഥലം മാറ്റുന്നു, അത് കഴിഞ്ഞ് വരുന്ന ജഡ്ജി ഒരു ദിവസത്തെ വാദം കേൾക്കുന്നു, അത് കഴിഞ്ഞിട്ട് 3 അവധി വെക്കുന്നു. ആ 3 അവധിയിൽ ഞാൻ വാദം പറയാൻ വേണ്ടി പോയ സമയത്ത് ആയിട്ടില്ല, ഞാൻ വായിച്ചു നോക്കിയിട്ട് കേൾക്കാമെന്ന് പറയുന്നു. ഒടുവിൽ ഞാൻ എല്ലാം റെഡിയായി, എനിക്ക് സംശയങ്ങളൊന്നുമില്ല, വക്കീലിന്റെ ആർഗ്യുമെന്റ് നോട്ട്സ് നോക്കി, എല്ലാം വായിച്ചു നോക്കി, ഇനി ഞാൻ വിധി പറഞ്ഞോളാം എന്ന് എന്നോട് പറയും. അല്ല, ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, ഞാൻ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കേസിൽ നവംബർ 14 വിധി പറയുന്നത്. വിധി പറഞ്ഞ ദിവസം ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ചോദിച്ച സമയത്ത് മാഷ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സാമാജ കർമ്മണം അറിയാത്ത ഒരു കേസാണിത്. അപ്പൊ അതിൽ നിരപരാധിയായ ഒരാൾ എന്നെ പോലെ ഇതുവരെ ഇങ്ങനെ ഒരു കേസിൽ വന്ന് ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് ബഹുമാനപ്പെട്ട കോടതി എന്റെ മൊഴിയായിട്ട്, ശിക്ഷാ മൊഴിയായിട്ട് അതിൽ രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇളവ് വേണമെന്നോ എന്റെ കുട്ടികൾ ഉണ്ടെന്നോ ഒന്നും അല്ല അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞു ഇതല്ല പറയേണ്ടതെന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒരു കോടതിയിൽ, ഒരു വിചാരണ കോടതിയിൽ നടക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. മാത്രമല്ല ഈ കേസിന്റെ വിചാരണയുടെ ഓരോ ഘട്ടത്തിലും പരമാവധി കേസ് നീട്ടാൻ വേണ്ടി സാക്ഷികളെ കൊണ്ടുവരാതെയായിരുന്നു അന്നത്തെ പോക്സോ കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രമിച്ചിരുന്നത്. സാക്ഷികൾ വന്ന ദിവസം പ്രോസിക്യൂട്ടർ അവധിയാവും. അവസാനം ജഡ്ജ് സ്ട്രിക്റ്റ് ആയിട്ട് വിചാരണ ജഡ്ജ് വളരെ കർശനമായി നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് സാക്ഷികളെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായത്. അത് കൂടാതെ ഞാൻ ഇതിൽ പറയാം, ഈ 2 കൗൺസിലർമാർ അവരും ഇതിലും വിക്ടിമൈസ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. കാരണം ആ 2 കൗൺസിലർമാർ ചെയ്ത തെറ്റ് സർക്കാർ, അന്നത്തെ ഇടത് സർക്കാർ, അവർക്ക് അനുകൂലമായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന 2 കൗൺസിലർമാരായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്, പോലീസിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നത്. അവരും കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സത്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അനുഭവമുള്ളതും കണ്ടതുമായ കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് റിപ്പോർട്ട് പറഞ്ഞ് ആ റിപ്പോർട്ട് കോടതിയിൽ മാർക്ക് ചെയ്തതിന്റെ പേരിലാണ് അവരെ, ഇടതുപക്ഷ സഹയാത്രികരായ അവരെ പോലും ഈ മതം, അതായത് ഇതിലെ വിക്ടിം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അതിനെ പ്രീണിപ്പിക്കാൻ നമ്മുടെ ആളുകൾ ബലിയാടായാലും സാരമില്ല എന്ന നിലപാട് അന്ന് സർക്കാർ എടുത്തത്. അതിൽ ആ നിലപാടിൽ, ആ കാഴ്ചപ്പാടിലും ആ ഒരു നിലപാടിലും പിന്നിലുള്ള ചില അദൃശ്യ ശക്തികളുണ്ട്. എനിക്കിപ്പോ അത് ആ അദൃശ്യ ശക്തികളെയാണ്, അവരെ കുറിച്ചാണ് നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടത്. ഏതായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് അവർക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി ശക്തമായി ബോധ്യപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ കാരണത്തിന്റെ പുറത്താണല്ലോ ഒരു ശിക്ഷ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്ന സ്ഥിതി ഉണ്ടാവുന്നത്.